ഹലോ ഹായ് എല്ലാവർക്കും എന്നോട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് അക്കാദമിക് അപ്ഡേറ്റ്സ് ആണ് കേട്ടോ. ഡിസംബർ മാസത്തിലെ അക്കാദമിക് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനലിന്റെ പേരെന്താണ്? ലേണിനോ ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. നമ്മൾ ജോബ് അപ്ഡേറ്റ്സ് മാത്രമല്ല കരിയർ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി അക്കാദമിക് അപ്ഡേറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ജോബ് അപ്ഡേറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും കേട്ടോ. ഓക്കെ, സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് CTET എക്സാം അപ്ഡേറ്റ്സും ആയിട്ടാണ്. CTET എക്സാം അറിയാലോ, എന്താണ് CTET എന്ന് പറഞ്ഞാൽ? സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് അല്ലെ. സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അപ്പോ ദ CTET സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ഈസ് എ നാഷണൽ എക്സാം ബൈ CBSE അല്ലെ. CBSE നടത്തുന്ന ഒരു എക്സാം ആണ്. പ്രൈമറി 1 ക്ലാസ് 1 to 5 and elementary class 6 to 8 teachers held offline with 150 questions, 150 marks, paper 1 and 2. അതായത് എന്താ, 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ അധ്യാപിക നിയമനത്തിന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച യോഗ്യതാ നിർണയ പരീക്ഷയാണ് ഇത് CTET എന്ന് പറയുന്നത് അല്ലെ. എക്സാം എപ്പോഴാണ് നടക്കാനായിട്ട് പോകുന്നത് അറിയാമോ? ഫെബ്രുവരി 8-ന് CBSE നടത്തുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഓരോ എക്സാമിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനായിട്ടുണ്ട്. നമുക്ക് നോക്കാം. എത്ര 2.5 മണിക്കൂറാണ് സമയം എന്ന് പറയുന്നത്. സമയം വന്നിട്ട് 2.5 മണിക്കൂറാണ്. പിച്ചിങ് MCQs വിത്ത് നോ നെഗറ്റീവ് മാർക്കിംഗ്. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അല്ലെ. മേക്കിംഗ് ഇറ്റ് ക്രൂഷ്യൽ ഫോർ സെൻട്രൽ ഗവൺമെന്റ് ടീച്ചിങ് ജോബ്സ് ലൈക്ക് KVS, NVS. അതായത് ഇപ്പോ ഭവൻസ് അതുപോലെ തന്നെ വിത്ത് പാസിംഗ് മാർക്സ് അറ്റ് 60% ആണ് പാസിംഗ് മാർക്ക്. ഇപ്പൊ 150-ലാണെങ്കിൽ 90%, ആൻഡ് ജനറലിന് 55% ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കാം. നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനായിട്ടുണ്ട്. ഇതിന്റെ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് ഒബ്റ്റെയിൻഡ് ദ CTET ക്വാളിഫിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ടു ഓൾ സ്കൂൾസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഇൻക്ലൂഡിംഗ് CBSE റൺ കേന്ദ്രീയ വിദ്യാലയ ആൻഡ് നവോദയ വിദ്യാലയ അല്ലെ, KV അതുപോലെ തന്നെ NV. അപ്പം എന്താണ് പറയുന്നത്? അതായത് കേന്ദ്രീയ നവോദയ വിദ്യാലയങ്ങളടക്കം കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും നിയന്ത്രണത്തിലുള്ള എല്ലാ സ്കൂളുകളെയും നിയമനത്തിന് CTET യോഗ്യത നേടിയിരിക്കണം എന്നുള്ളതാണ്. CTET യോഗ്യത നേടിയിരിക്കണം. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? കേന്ദ്രീയ നവോദയ വിദ്യാലയങ്ങളടക്കം കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും നിയന്ത്രണത്തിലുള്ള എല്ലാ സ്കൂളുകളെയും നിയമനത്തിന് CTET യോഗ്യത നേടിയിരിക്കണം. Okay, പിന്നെ this qualification can also be used in government aided, unaided schools in state. The CTET qualification is valid for life. ആ കാര്യം കൂടി ശ്രദ്ധിക്കാം. അതായത് നിയമനത്തിന് CTET യോഗ്യത നേടിയിരിക്കണം നമ്മൾ പറഞ്ഞല്ലോ. സംസ്ഥാനത്തിലെ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളിലും ഈ യോഗ്യത നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഈ യോഗ്യത ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ CTET യോഗ്യതയ്ക്ക് ആജീവാനന്തം സാധുതയാണുള്ളത്. CTET qualification is valid for life. The exam can be written as many times as desired. അതായത് എന്താണ്, എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഈ എക്സാം എഴുതാം. പരീക്ഷ എത്ര തവണ വേണമെങ്കിലും എഴുതാം. ഇപ്പൊ സ്കോർ കുറച്ച് മെച്ചപ്പെടുത്താനാണെങ്കിൽ വീണ്ടും എഴുതുന്നതിലും യാതൊരു തടസ്സവും ഇല്ല. അപ്പോൾ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ അധ്യാപക നിയമനത്തിന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള യോഗ്യതാ നിർണയ പരീക്ഷയാണ് CTET. എക്സാം നടക്കാൻ പോകുന്നത് ഫെബ്രുവരി 8-നാണ്. പിന്നെന്താണ് പറഞ്ഞത്? കേന്ദ്രീയ നവോദയ വിദ്യാലയങ്ങളടക്കം കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും നിയന്ത്രണത്തിലുള്ള എല്ലാ സ്കൂളുകളെയും നിയമനത്തിന് CTET യോഗ്യത നേടിയിരിക്കണം അല്ലെ. സംസ്ഥാനങ്ങളിലെ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളിലും ഈ യോഗ്യത നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. CTET യോഗ്യതയ്ക്ക് ആജീവാനന്തം സാധുതയാണുള്ളത്. പരീക്ഷ എത്ര തവണ വേണമെങ്കിലും എഴുതാം. സ്കോർ മെച്ചപ്പെടുത്താൻ വീണ്ടും എഴുതുന്നതിലും യാതൊരു തടസ്സവും ഉണ്ടായിരിക്കുന്നതല്ല. Okay, there is no obstacle in rewriting it to improve the score. അല്ലെ, സ്കോർ മെച്ചപ്പെടുത്താൻ വീണ്ടും എത്ര തവണ വേണമെങ്കിലും എഴുതാം. ഇനി ഇതിന്റെ സെന്റേഴ്സ് എവിടേക്കാണ്? The exam will be conducted at 236 centers including തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, കവരട്ടി, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ ആൻഡ് ഡൽഹി. ഇവിടെയൊക്കെയാണ് ഇതിന്റെ എക്സാമുകൾ നടക്കാനായിട്ട് പോകുന്നത്. 236 സെന്ററുകളാണ് ഉള്ളത്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് നോക്കാം നമുക്ക്. The OMR style multiple choice objective exam will have 2 papers. OMR ആയിരിക്കും, ഓൺലൈൻ ആയിരിക്കില്ല, ഓഫ്ലൈൻ ആയിരിക്കും. 2 പേപ്പറുകളാണ് ഉള്ളത്. പേപ്പർ 1 ഉണ്ട്, അത് 1 to 5, 1 to 5 വരെ ക്ലാസ്സുകളുള്ളവർക്ക് പേപ്പർ 1 will be conducted from 2:30 PM to 5 PM. നമ്മൾ ഫെബ്രുവരി 8-നാണ് എക്സാം എന്ന് പറഞ്ഞല്ലേ. അപ്പൊ പരീക്ഷയിൽ എന്താണ് പറഞ്ഞത്? 2 പേപ്പറുകളുള്ളത്. പേപ്പർ 1 to 5 ക്ലാസ്സുകളിലെ അധ്യാപകരാകാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 5:30 വരെയും. പേപ്പർ 2
Paper 2 for teachers classes 6 to 8 will be conducted from 9:30 AM to 12 PM. അപ്പോൾ മോർണിംഗ് സെഷനിലെ പേപ്പർ 2ഉം ആഫ്റ്റർനൂൺ സെക്ഷനിലെ പേപ്പർ 1ഉം ആണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. Okay, each paper will have 150 questions and 150 questions with 150 മാർക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. There will be no negative marking. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെന്താണ്? Candidates can write for either one paper or both papers. അതായത് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു പേപ്പറിന് മാത്രമോ രണ്ട് പേപ്പറുകൾക്കോ എക്സാം എഴുതാവുന്നതാണ്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിലും പരീക്ഷയിലെ വിഷയങ്ങളും സിലബസും വെബ്സൈറ്റ് ഇൻഫോർമേഷൻ ബുള്ളറ്റിൽ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, കവരത്തി, കോയമ്പത്തൂര്, ബാംഗ്ലൂരു, ചെന്നൈ, മുംബൈ, ഡൽഹി അടക്കം 236 കേന്ദ്രങ്ങളിലാണ് എക്സാം നടക്കാനായിട്ട് പോകുന്നത്. OMR ശൈലിയിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് പരീക്ഷയായിരിക്കും ഉണ്ടായിരിക്കുക. പരീക്ഷയിൽ 2 പേപ്പറുകളാണുള്ളത്. പേപ്പർ 1 ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നടക്കുക. പേപ്പർ 2 രാവിലെ 9:30 മുതൽ 12:30 വരെ മോർണിംഗ് ഷിഫ്റ്റിൽ കേട്ടോ. ഓരോ പേപ്പറിലും 150 ചോദ്യങ്ങളും 150 മാർക്കും ആയിരിക്കും ഉണ്ടായിരിക്കുക. നെഗറ്റീവ് മാർക്ക് ഇല്ല. ഏതെങ്കിലും ഒരു പേപ്പറിന് മാത്രമോ 2 പേപ്പറുകൾക്കോ എക്സാം എഴുതാവുന്നതാണ്. പരീക്ഷയിലെ വിഷയങ്ങൾക്കും സിലബസും വെബ്സൈറ്റ് ഇൻഫോർമേഷൻ ബുള്ളറ്റിലും ലഭിക്കുന്നതായിരിക്കും. ഇനി എന്താണ് നോക്കാനായിട്ട് പോകുന്നത്? ഡീറ്റെയിൽ ആയിട്ട്, അതായത് മറക്കാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താണ് ഇത് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിൽ ഓർഗനൈസർ, സീറ്റന്റെ ഓർഗനൈസർ എന്ന് പറയുന്നത് CBSE ആണ്. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, ദാറ്റ് ഈസ് CBSE അല്ലെ, സെൻട്രൽ ബോർഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. പർപ്പസ് എന്താണ്? KVSഉം NVSഉം NVSലോ ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. മോഡ് ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ ആണ്. പേപ്പർ പെൻസിൽ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഫ്രീക്വൻസി 1 വർഷം 2 തവണയായിരിക്കും ഈ എക്സാം നടക്കുന്നത്. അപ്പൊ ഡേറ്റുകൾ February 8, 2026 നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. December 18 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. December 18, 2025 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓഫ്ലൈൻ മോഡിലാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ https നമ്മുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. https ctet.nic.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഇനി ഇതിന്റെ എക്സാമിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു, ഓടിച്ച് പറഞ്ഞ കാര്യം നമുക്ക് ഒരു തവണയും കൂടി നോക്കാം. എക്സാമിന്റെ സ്ട്രക്ചർ 2 പേപ്പേഴ്സ് ആണ്. 1 to 5 പേപ്പർ 1 അത് February 8 ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. 6 to 8 പേപ്പർ 2 മോർണിംഗ് സെഷനിലായിരിക്കും നടക്കുന്നത് അല്ലെ. 2.5 മണിക്കൂർ എന്നല്ലേ പറഞ്ഞേ. 150 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പെർ പേപ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. മാർക്സ് എന്താണ്? ഒരു മാർക്ക്, ഓരോ മാർക്ക് 150 മാർക്കാണ് വേണ്ടത്. 2.5 മണിക്കൂറാണ്. 2 മണിക്കൂർ അല്ല കേട്ടോ, 2.5 മണിക്കൂറാണ്. 2 hours 30 minutes per paper. നെഗറ്റീവ് മാർക്ക് ഉണ്ടോ? ഇല്ല, നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പൊ നമുക്ക് എല്ലാം എഴുതാം അല്ലെ. ലാംഗ്വേജസ് എന്ന് പറയുന്നത് ചോയ്സ് ഓഫ് ലാംഗ്വേജ് 1 and 2 from 20 ഓപ്ഷൻസ് അവൈലബിൾ ഇൻ ഇംഗ്ലീഷും ഹിന്ദിയും അവൈലബിൾ ആണ്. അപ്പൊ 2 പേപ്പർ 150 മാർക്കുകളാണ്. വേണമെങ്കിൽ നമുക്ക് 2ഉം എഴുതാം അല്ലെ. 2ഉം എഴുതാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡ്യൂറേഷൻ 2.5 മണിക്കൂറാണ്. നെഗറ്റീവ് മാർക്ക് ഇല്ല. ലാംഗ്വേജസ് ചോയ്സ് ഓഫ് ലാംഗ്വേജ് 1 and 2 from 20 ഓപ്ഷൻസ്. ക്ലിയർ ആണോ? ഇനി മറക്കാതിരിക്കാനുള്ള ഡേറ്റുകളെ കുറിച്ചിട്ടാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. എക്സാം ഡേറ്റ് February 8, 2026. മറക്കരുത്, എക്സാം ഡേറ്റ് വന്നിട്ട് February 8, 2026 സൺഡേ ആണ് കേട്ടോ. ഏത് ദിവസമാണ് കലണ്ടറിൽ തപ്പേണ്ട കാര്യമൊന്നുമില്ല. ഞായറാഴ്ചയാണ് നടക്കാനായിട്ട് പോകുന്നത്. ആപ്ലിക്കേഷൻ November 27 തുടങ്ങിയിട്ടുണ്ടായിരുന്നു. December 18 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ മോഡ് എന്ന് പറയുന്നത് ഓഫ്ലൈൻ ആണ്. OMR ബേസ്ഡ് ആണ്. 150 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 2.5 മണിക്കൂറാണുള്ളത്. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പിന്നെ ഒരു മേജർ ചേഞ്ച് വന്നിട്ടുള്ളത് എന്താ? B.Ed qualification is now applicable for the primary levels. അതായത് primary levels എന്ന് പറയുമ്പോൾ class 1 to 5 അല്ലെ. സോ B.Ed qualification ഇപ്പോൾ applicable ആണ്. B.Ed ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് for the primary level എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതായത് PG വേണ്ടാന്നല്ലേ. B.Ed മതിയായിരിക്കും. BSc കഴിഞ്ഞാൽ B.Ed മതിയായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലേ ഈ ഒരു സൈറ്റ് നോക്കിക്കോളൂ കേട്ടോ, ctet.nic.in. ആ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാണും, സിലബസ് കാണും, ബാക്കിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തൊക്കെയാ ഇപ്പൊ സബ്ജക്ട് ബേസ്ഡ് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ സൈറ്റിൽ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് മറക്കരുത്. February 8 എക്സാം. December 18 വരെ നിങ്ങൾക്ക് ഇനി അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നോക്കുക, അപ്ലൈ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ B.Ed ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇപ്പോഴും അപ്ലൈ ചെയ്യാം ഫോർ ദ പ്രൈമറി ലെവൽസ്. ഓക്കെ,
ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഡിസംബർ മാസത്തിലെ വളരെ അക്കാദമിക് അപ്ഡേറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തിനെ കുറിച്ചിട്ടായിരുന്നു, സീറ്ററ്റിനെ കുറിച്ചിട്ടായിരുന്നു അല്ലെ. അപ്പൊ എടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഓൺലൈൻ അപേക്ഷ ഡിസംബർ 18 വരെയാണെന്ന് മറക്കരുത്. ഇനിയും അപ്ലൈ ചെയ്യാത്തതുണ്ടെങ്കിൽ വേഗം അപ്ലൈ ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.